നടി ആക്രമിക്കപ്പെട്ട കേസിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയിരിക്കുകയാണ് കുഞ്ചാക്കോ ബോബൻ. താരസംഘടനയിൽ നിന്നും നീതി കിട്ടുന്നില്ലെന്ന് കാണിച്ചാണ് ആക്രമിക്കപ്പെട്ട നടി സംഘടനയിൽ നിന്നും രാജിവെച്ചത്. ഈ വിഷയത്തിലടക്കമുള്ള നിലപാടുകളാണ് കുഞ്ചാക്കോ ബോബൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ആക്രമിക്കപ്പെട്ട നടി എംഎംഎയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സംഘടന അതിനുള്ള സാഹചര്യം ഒരുക്കണമെന്നും നടനും എംഎംഎ മുൻ എക്സിക്യൂട്ടീവ് അംഗം കൂടിയായ കുഞ്ചാക്കോ ബോബൻ അഭിപ്രായപ്പെട്ടു. ഒരു ചാനൽ അഭിമുഖത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ പ്രതിസ്ഥാനത്തുള്ള ദിലീപിനെതിരെ നേരത്തെയും ശക്തമായ നിലപാടുകളുമായി രംഗത്തുണ്ടായിരുന്ന വ്യക്തിയാണ് കുഞ്ചാക്കോ ബോബൻ. നടിക്കൊപ്പമാണ് അമ്മയെന്ന കാര്യത്തിൽ സംശയമില്ലെന്നാണ് നടൻ കുഞ്ചാക്കോ ബോബന്റെ നിലപാട്. എന്നാൽ നടി ആക്രമിക്കപ്പെട്ടതിലെ സത്യാവസ്ഥയെക്കുറിച്ച് താരസംഘടനയായ എംഎംഎ അംഗങ്ങൾക്ക് വ്യക്തമായ ധാരണയില്ലാത്തതിനാലാണ് സംഘടനയ്ക്ക് ഇക്കാര്യത്തിൽ ദൃഢമായ നിലപാടെടുക്കാൻ കഴിയാതെ പോയതെന്നും കുഞ്ചാക്കോ ബോബൻ പറഞ്ഞു. കുറ്റാരോപിതനായ ആൾ നാളെ കുറ്റമുക്തനായാലുള്ള സാഹചര്യവും കണക്കിലെടുക്കേണ്ടതുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആക്രമിക്കപ്പെട്ട നടിയുടെ കാര്യത്തിൽ വീഴ്ചയെക്കുറിച്ച് മുൻ എക്സിക്യൂട്ടീവ് അംഗം കൂടിയായ കുഞ്ചാക്കോ ബോബൻ വിലയിരുത്തുന്നത്. നടി ആക്രമിക്കപ്പെട്ടതിന്റെ സത്യാവസ്ഥയെക്കുറിച്ച് എംഎംഎയിൽ നിന്ന് ആർക്കും വ്യക്തമായ ധാരണയില്ല. ഇക്കാര്യത്തിൽ കോടതി വിധി വന്നാൽ സംഘടനയ്ക്ക് വ്യക്തമായ നിലപാടെടുക്കാൻ കഴിയും. ആക്രമിക്കപ്പെട്ട നടിക്കൊപ്പമാണ് എംഎംഎ എന്ന കാര്യത്തിൽ സംശയമില്ല. 100 നല്ല കാര്യം ചെയ്താലും ഒരു മോശം കാര്യത്തിനോ അബദ്ധത്തിനോ പഴികൾ കേൾക്കേണ്ടി വരാമെന്നാണ് എംഎംഎക്കെതിരായ വിമർശനങ്ങളെപ്പറ്റി കുഞ്ചാക്കോ ബോബന്റെ പ്രതികരണം. ആക്രമിക്കപ്പെട്ട നടി എംഎംഎയിലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സംഘടന അതിനുള്ള സാഹചര്യം ഒരുക്കണം. എന്നാൽ എന്ത് ചെയ്യണമെന്നത് ഓരോരുത്തരുടെയും വ്യക്തി സ്വാതന്ത്ര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലെ നിലപാടിന്റെ പേരിലാണ് നടി ഉൾപ്പെടെ 4 പേർ എംഎംഎയിൽ നിന്ന് രാജിവെച്ചത്. ഗീതു മോഹൻദാസ്, രമ്യ നമ്പീശൻ, റിമ കലിങ്കൽ എന്നിവരാണ് രാജിവെച്ച മറ്റ് 3 പേർ. നടി എംഎംഎ സംഘടനയെയും ദിലീപിനെയും രൂക്ഷമായി വിമർശിച്ചിരുന്നു. സംഘടനയിൽ നിന്നുണ്ടായത് മോശം അനുഭവമാണെന്ന് ആക്രമിക്കപ്പെട്ട നടി ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. എല്ലായ്പ്പോഴും ദിലീപിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് സംഘടന സ്വീകരിച്ചിരുന്നത്. ദിലീപ് തന്റെ അവസരങ്ങൾ തട്ടിമാറ്റുന്നതായി കാണിച്ച് പലപ്പോഴും പരാതി നൽകിയിട്ടുണ്ടെങ്കിലും യാതൊരു നടപടിയും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെന്നും നടി ആരോപിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ ഇനി സംഘടനയുടെ ഭാഗമായി തുടരുന്നതിൽ അർത്ഥമില്ലെന്നും നടി രാജക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. നേരത്തെയും നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രതിസ്ഥാനത്തുള്ള ദിലീപിനെതിരെ ശക്തമായി നിലകൊണ്ട വ്യക്തിയാണ് കുഞ്ചാക്കോ ബോബൻ. ഇത് സംബന്ധിച്ച് പോലീസിന് നൽകിയ മൊഴിയും പുറത്തു വന്നിരുന്നു. ഹൗ ഓൾഡ് ആർ യു എന്ന ചിത്രത്തിൽ നിന്ന് പിന്മാറാൻ ദിലീപ് ആവശ്യപ്പെട്ടതായാണ് നടൻ കുഞ്ചാക്കോ ബോബൻ പോലീസിന് മൊഴി നൽകിയിരുന്നത്. ദിലീപിന്റെ മുൻ ഭാര്യ മഞ്ജു വാര്യർ നീണ്ട ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വന്ന ചിത്രമാണ് ഹൗ ഓൾഡ് ആർ യു. ആ സിനിമയിൽ താൻ അഭിനയിക്കരുതെന്ന തരത്തിൽ ധ്വനി വരുന്ന രീതിയിൽ ദിലീപ് തന്നോട് സംസാരിച്ചിരുന്നതായും കുഞ്ചാക്കോ ബോബൻ മൊഴി നൽകിയിരുന്നു. ഒരു ദിവസം ഫോൺ ചെയ്ത് സിനിമയെക്കുറിച്ചുള്ള വിവരങ്ങൾ ചോദിച്ചിരുന്നു. സിനിമയിൽ നിന്നും താൻ പിന്മാറണമെന്ന് തോന്നിപ്പിക്കും വിധമാണ് സംസാരിച്ചത്. എന്നാൽ ദിലീപ് നേരിട്ട് പറഞ്ഞില്ല. താൻ സ്വയം പിന്മാറുമെന്ന് കരുതി. കസിൻസ് എന്ന സിനിമയിൽ നിന്ന് ആക്രമിക്കപ്പെട്ട നടിയെ മാറ്റാൻ ദിലീപ് ശ്രമിച്ചിരുന്നതായി പറഞ്ഞു കേട്ടിട്ടുണ്ടെന്നും കുഞ്ചാക്കോ ബോബൻ മൊഴി നൽകി. 2017 ഫെബ്രുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. തൃശൂരിലെ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിന്നും ഡബ്ബിംഗ് ആവശ്യത്തിന് രാത്രിയിൽ യാത്ര തിരിച്ച യുവനടി ആക്രമിക്കപ്പെടുകയായിരുന്നു. 2 മണിക്കൂർ നടിയുമായി കൊച്ചിയിൽ കറങ്ങിയ സംഘം പാലാരിവട്ടത്ത് ഇവരെ ഉപേക്ഷിച്ചു. തൃശൂരിൽ നിന്ന് നടിയെ കൊച്ചിയിലെത്തിച്ച ഡ്രൈവർ മാർട്ടിൻ സംവിധായകനും നടനുമായ ലാലിന്റെ വീട്ടിൽ ആക്രമണത്തിനിരയായ നടിയെ എത്തിച്ചു. കാറിനകത്ത് വെച്ച് ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ചുവെന്നും ഈ ദൃശ്യങ്ങൾ മൊബൈലിൽ പകർത്തിയെന്നും ആക്രമണം കൊട്ടേഷനാണെന്ന് സംഘം പറഞ്ഞതായും നടി പരാതി നൽകി. കേസിലെ പ്രതികളായ പൾസർ സുനി അടക്കമുള്ളവർ റിമാൻഡിലാണ്. നടിയെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യാൻ കൊട്ടേഷൻ നൽകിയെന്ന കുറ്റമാണ് നടൻ ദിലീപിന് മേൽ ചുമത്തിയിരിക്കുന്നത്. അറസ്റ്റിലായി ജയിൽവാസത്തിന് ശേഷം ഇദ്ദേഹത്തിന് ജാമ്യം ലഭിക്കുകയായിരുന്നു. കേസിന്റെ വിചാരണ നടപടികൾ ആരംഭിക്കാനിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് മറുനാടൻ TV.